കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷം. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പാണത്തൂരിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി പരാതി. നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. പാണത്തൂരിലെ ജനവാസ മേഖലകളടക്കം കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത്. പരിയാരത്തും പരിസരങ്ങളിലും കഴിഞ്ഞ ദിവസം 7 കാട്ടാനകൾ അടങ്ങിയ കൂട്ടമാണ് ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവ കാട്ടാനക്കൂട്ടം വ്യാപകമായാണ് നശിപ്പിച്ചത്. ഒരാഴ്ചയായി കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. കല്ലപ്പള്ളി, ദോടമന, പെരുമുണ്ട, പരിയാരം, കാര്യങ്കാനം, വട്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീതിജനകമാണ്. കഴിഞ്ഞ ഒരു 25-ാം തീയതിക്ക് ശേഷം ഓരോ കൃഷിഭൂമിയിലും കയറി ഒരു കാട്ടാനക്കൂട്ടം തന്നെ ഒരു 8-9 ഉള്ള അത്ര ഒരു കാട്ടാനക്കൂട്ടം വന്നിട്ട് ഓരോ ദിവസവും ഓരോ കൃഷിഭൂമി കയറിയിട്ട് തെങ്ങ്, വാഴ, കവുങ്ങ് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി ഓരോ പറമ്പിൽ കയറുന്നു, മൊത്തം നശിപ്പിക്കുന്നു. കാരണം ഞങ്ങളിവിടെ ഒരു കാർഷിക മേഖലയാണ്. കൃഷി ഉപജീവനമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കൃഷിക്കാരാണ് ഇവിടെ മൊത്തം താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത്. അപ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എന്തെങ്കിലും നാശം വരുമ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുന്നത്, അതായത് ഈ കൃഷിഭൂമിയിൽ കയറാതിരിക്കാൻ വേണ്ടിയുള്ള ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതുവരെ ആനക്കൂട്ടം പാണത്തൂർ സുള്ള്യ റോഡിൽ പലപ്പോഴും നിലയുറപ്പിക്കുന്നത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടാനും കാരണമാകുന്നുണ്ട്. കല്ലപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതും ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു. വന്യമൃഗശല്യം തടയാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ജനം, കാസർഗോഡ്.